ദിനരാത്രങ്ങൾ അവളുമായിട്ടുള്ള ആ ബന്ധത്തിലായിരിക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു ശരീരമായിട്ട് മാറുവാൻ കഴിയുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും. മൂന്നാമത് നിങ്ങളെ ഒന്നാക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. മനനം ചെയ്യുന്നവരാണ് മനുഷ്യൻ. മനസ്സുകൊണ്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇന്ന് മുതൽ നിങ്ങളുടെ തീരുമാനം ഒന്നാകണം. വ്യത്യസ്തമായ തീരുമാനങ്ങളും വ്യത്യസ്തമായ ആശയങ്ങളുമാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരാൻ കഴിയും. അപ്പം നിങ്ങളുടെ തീരുമാനങ്ങൾ ഒന്നാകുവാൻ തക്കവണ്ണം നിങ്ങളുടെ വിചാരവും നിങ്ങളുടെ വികാരവും ഒന്നായി ഒരുമയിൽ രൂപപ്പെടുമ്പോഴാണ് നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹത്തിൻ്റെ ഇടമായിട്ട് മാറുന്നത്. ഇന്നലെ വരെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിർത്തണം. കാരണം നിങ്ങൾ സ്വപ്നം കണ്ടത് ആയ ഒരു ഐഡിയലായിട്ടുള്ള ഒരു പെൺകുട്ടിയോ ഒരു പുരുഷനോ നിങ്ങളുടെ ജീവിതം വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടപ്പോഴും എല്ലാം പറഞ്ഞൊരു സമയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സ്വപ്നം കണ്ടിരുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. വിവാഹ ജീവിതമായിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം വിവാഹത്തിലൂടെ നിങ്ങൾ പരസ്പരം അടുക്കുകയാണ്, അറിയുകയാണ്. അറിയുന്നതോറും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറവുകളാണ് കൂടുതലായിട്ട് അറിയുന്നത്. നാം ദൈവമായിട്ട് അടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കുറവുകളില്ലാത്തതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ അറിയുള്ളൂ. മറിച്ച് നമ്മൾ തമ്മിൽ അടുക്കുമ്പോൾ കൂടുതൽ കുറവുകളും പരിമിതികളും ബലഹീനതകളും അറിയും. അതുകൊണ്ട് സനു വിചാരിക്കേണ്ടത് എൻ്റെ ഭാര്യ നന്മ പറഞ്ഞവളാണ്, ഒപ്പം കുറവുകളുള്ളവരാണ്. അവരുടെ കുറവുകളോടുകൂടി സ്വീകരിക്കണം, അവരുടെ ബലഹീനതകളോടുകൂടി സ്വീകരിക്കണം. ബലം മാത്രം സ്വീകരിക്കാൻ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. അപ്പോൾ അവരുടെ കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവളെ സ്വീകരിക്കുവാൻ കഴിയണം. അതുപോലെ തന്നെ സനുവിനെ സ്വീകരിക്കുമ്പോൾ സനുവിന് നന്മകളും ഗുണങ്ങളും ഒത്തിരിയധികം ജീവിതത്തിൻ്റെ മൂല്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുക. പക്ഷെ അതോടൊപ്പം അതിൻ്റേതായ ബലഹീനതകളും കുറവുകളും ആ കുറവുകളോടുകൂടി ഗ്രാമപ്രദേശത്തിൻ്റെതായ രീതിയിൽ ജീവിക്കുകയും അവിടുത്തെ ജീവിത പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങി ആ മലയോര പ്രദേശത്തിൻ്റെ രീതികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചിന്താഗതിയും സംസ്കാരം വ്യത്യസ്തമാണ്. പക്ഷേ ഇന്ന് മുതൽ അതെല്ലാം മറന്നുകൊണ്ട് നിങ്ങളായിരിക്കുന്ന രീതിയിൽ ഉൾക്കൊണ്ടുപോകാൻ സ്വീകരിക്കാൻ കഴിയണം. സനു ആനയെ സ്വീകരിക്കുമ്പോൾ ആനയുടെ അപ്പച്ചനും അമ്മച്ചയും സഹോദരൻ നടക്കുന്ന ആ കുടുംബത്തെയും സ്വീകരിക്കണം. കാരണം ആ കുടുംബത്തിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. അതുപോലെ സനുവിനെ സ്വീകരിക്കുമ്പോൾ സനുവിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ബന്ധുക്കളെയും അവരായിരിക്കുന്ന അവസ്ഥ ഉൾക്കൊള്ളണം. അങ്ങനെ നിങ്ങൾ പരസ്പരം അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ